വളരെ ദുഷ്കരമായ ദൗത്യം. പക്ഷെ അതിൻ്റെ ഏറ്റവും ഒരു ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ അല്ലാതെ വൈകാരികമായ മറ്റു പ്രതീക്ഷകൾക്ക് സ്ഥാനമില്ല ഇവിടെ, അത് മാറി നിൽക്കട്ടെ. പക്ഷേ ഒരു തെളിവ് എന്ന നിലയ്ക്ക് കണ്ടെത്താൻ കഴിയട്ടെ എന്നതാണ്. അതിലേക്ക് അടുത്തെത്തി എന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്നിനി രാഹുലിന് അവിടെ നിൽക്കുമ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ 4:30 കഴിഞ്ഞു. ഇന്നിനി എത്ര സമയം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്? അത് ഇന്നത്തെ ഓപ്പറേഷൻ പൂർണ്ണമായും നിർത്തി എന്ന നിലയ്ക്ക് പൂർണ്ണമായും ഒരു കരയിലേക്ക് കയറിയിട്ടുണ്ടോ? എന്താണ് രാഹുലിന് അവിടെ നിന്നും ഏറ്റവും പുതുതായി പങ്കുവയ്ക്കാവുന്ന വിവരം? ദിവിഷ, നിലവിൽ നാവികസേനയുടെയും NDRFന്റെയും ബോട്ടുകൾ കരയിൽ തന്നെയാണ്. അല്പസമയം മുൻപും അവർ പുഴയിലേക്ക്, നാവികസേനയുടെ അംഗങ്ങൾ പുഴയിലേക്ക് ഇറങ്ങി ഒഴുക്ക് പരിശോധിച്ചു. 3 സംഘാംഗങ്ങളാണ് ബോട്ടിലുണ്ടായിരുന്നത്. പക്ഷേ സ്ഥിതിഗതികൾ അനുകൂലമായി വരുന്നില്ല എന്നത് തന്നെയാണ്. ശക്തമായ കുത്തൊഴുക്കാണ് തുടരുന്നത്. സേനയെ സംബന്ധിച്ചും പുഴയിലേക്ക് ഇറങ്ങി ഡൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും നാവികസേനയുടെ സംഘം വീണ്ടും പുഴയിലേക്ക് ഇറങ്ങി ഒഴുക്ക് പരിശോധിച്ചതിന് ശേഷം കരയിലേക്ക് തന്നെ തിരികെ കയറി എന്നതാണ്. ഏതായാലും വിദൂരതയിൽ നിന്നാണ് നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയത്. ഏതായാലും അവിടെ നിന്ന് നമ്മളിപ്പോൾ മാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു എന്ന ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഒരു തവണ കൂടി പുഴയിലേക്ക് ഇറങ്ങി അങ്ങോട്ടേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഏതായാലും വരും നിമിഷങ്ങളിൽ തന്നെ അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ, ഈ നദിയുടെ ഒരു ഒഴുക്കിനെ ഒന്നും ഗതി മാറ്റുക എന്നൊരു വലിയ ശ്രമം നടന്നല്ലോ, അത് എത്രത്തോളം വിജയകരമായിരുന്നു? ഇത്രയും കുത്തൊഴുക്കുള്ള ഒരു നദിയിൽ അതെങ്ങനെയാണ് പ്രായോഗികമായത്? അതെങ്ങനെയാണ് അവരുടെ ഒരു പ്രവർത്തന രീതി? ദിവിഷ, പുഴയുടെ ഒഴുക്ക് അത് നിയന്ത്രിക്കുക എന്നത് പ്രായോഗികമല്ല. പ്രത്യേകിച്ച് ഇത്രയും അതിശക്തിയായി ഒഴുകുന്ന പുഴയാണ്, നല്ല ആഴമുള്ള മേഖലയാണ്. അപ്പോൾ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങളും ഇന്നും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. മറിച്ച് കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം, ഇന്നലെ കൊണ്ടുവന്ന കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കരയോട് ചേർന്ന ഭാഗത്തെ മണ്ണും കല്ലും കൂടുതലായി നീക്കം ചെയ്തു എന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്, അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ മണ്ണും കല്ലും കൂടെ മാറ്റി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുക എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ്. അതായത് വിസ്തൃതി കുറച്ചുകൂടെ കൂട്ടുക. ഈ കല്ലിലൊക്കെ വന്ന് മൺതിട്ടയിൽ വെള്ളം അടിച്ച് അത് ശക്തിയായി ഒഴുകുന്ന ഒരു സ്ഥിതിയാണ്. അതുപോലെ ചുഴികളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന, കല്ല് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയത്. അല്ലാതെ ഒഴുക്ക് അത് നിയന്ത്രിക്കുന്ന വിധത്തിൽ യാതൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അത് സാധ്യമാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ല നിലവിലുള്ളത് എന്നതുകൂടിയാണ്. ഇന്ന് മഴ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. മഴ മുന്നറിയിപ്പിൽ മാറ്റവും വന്നിട്ടുണ്ട്. റെഡ് അലേർട്ടാണ് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ആ മഴ മുന്നറിയിപ്പിൽ വന്ന മാറ്റം അത് കൃത്യമായി കാണുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ അന്തരീക്ഷം എന്നതും. മഴയിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. ശക്തമായ കാറ്റാണ് ഒരു ഘട്ടത്തിൽ വീശിയിരുന്നത്, പിന്നീട് അതും കുറഞ്ഞു. എങ്കിൽ തന്നെയും ഡൈവിംഗ് ടീമിനെ പുഴയിലേക്ക് ഡൈവ് ചെയ്ത് ഈ ട്രക്കിനടുത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു അവസ്ഥ ഒട്ടും തന്നെ ഇല്ല എന്നതാണ്. ശക്തമായ ഒഴുക്കാണ്, മുകളിൽ നിന്ന് കാണാം. അതിലേറെ ഒഴുക്കാണ്, അടിയൊഴുക്ക് അതിലേറെയാണെന്ന് എന്നാണ് നാവികസേന പറയുന്നത്. അവർ ഭാരമുള്ള വസ്തു ഉപയോഗിച്ച് ഒഴുക്ക് പരിശോധിക്കുകയാണ് ഉണ്ടായത്. പലതവണ അത് ചെയ്തിരുന്നു. എങ്കിൽ തന്നെയും പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ഒരു തവണ കൂടി ഇറങ്ങി അത് പരിശോധിക്കും എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ തന്നെയും ഒഴുക്ക് ഇപ്പോഴുള്ള ഒഴുക്കിൽ നിന്ന് കാര്യമായ കുറവ് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇന്നിനി പുഴയിലേക്ക് ഡൈവ് ചെയ്യുന്നതിനുള്ളൊരു അവസ്ഥ ഇല്ല എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതായി വരികയാണ്. ഡിവിഷൻ. ശരി രാഹുൽ, വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഇന്നിനി ഒരു സാധ്യത നമ്മൾ അതിൽ പ്രതീക്ഷ വെക്കേണ്ടതില്ല.